അങ്ങനെ അവസാനം iOS 17.4 എന്ന് പറയുന്ന വലിയ മാറ്റം ആപ്പിൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹായ് എവരിവൺ, ദിസ് ഈസ് എബിൻ സേ ഫ്രം എവിക്ക. ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ അപ്ഡേഷൻ കഴിഞ്ഞു വരുന്ന ഫസ്റ്റ് ഇൻ്റർഫേസിൽ തന്നെ ഹലോ എന്ന് പറയുന്ന ആ ഒരു ലെറ്ററും നമ്മുടെ ആപ്പിൾ ഐഡിയുടെ ഒരു ഫോട്ടോയും കാണിക്കുന്നുണ്ട്. പക്ഷേ ചില കൂട്ടുകാർക്ക് ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് കാണിക്കുന്നില്ല. അത് പ്രശ്നമൊന്നുമല്ല, ചില കൂട്ടുകാർക്ക് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണിക്കില്ല. എനിക്കും അത് കാണിച്ചിട്ടില്ല. ഇനി നിങ്ങളുടെ ഫോണിൽ ആ ഒരു ഹലോ ഇൻ്റർഫേസ് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത മാറ്റം എന്ന് പറയുന്നത് iOS 17.4 നമുക്ക് പുതിയ 6 ഇമോജീസും 18 മേലെ പുതിയ 6 ഓൾട്ടർനേറ്റീവ് ബോഡി ഇമോജീസും നമുക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് ഈ ഒരു 6 ഇമോജീസാണ് നമുക്ക് പുതുതായിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഇമോജി സെക്ഷനിലേക്ക് പോവാം. ഇമോജി സെക്ഷനിൽ ഇവിടെ ഈ പറഞ്ഞ സ്മൈലീസ് ആൻഡ് പീപ്പിൾ എന്ന ഓപ്ഷനിൽ ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള രണ്ട് സൈഡിലേക്കുമുള്ള ആൾക്കാരുടെ ആ ഒരു ഇമോജീസും ആപ്പിൾ ഈ ഒരു iOS 17.4 കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത മാറ്റം വന്നിരിക്കുന്നത് ആപ്പിൾ പോഡ്കാസ്റ്റിലാണ്. നേരെ പോഡ്കാസ്റ്റ് ആപ്പിലേക്ക് ചെല്ലാം. ഇവിടെ ഞാനൊരു പുതിയ പോഡ്കാസ്റ്റ് പ്ലേ ചെയ്യാണ്. പ്ലേ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് താഴത്തായിട്ട് ഒരു പുതിയ ട്രാൻസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ലിറിക്സ് പോലെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. നേരെ ടാപ്പ് ചെയ്യാം. നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റിൽ വരുന്ന ഫുൾ ട്രാൻസ്ക്രിപ്റ്റും അല്ലെങ്കിൽ ആ ഒരു ഫുൾ സ്ക്രിപ്റ്റും ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിക്കാം. ഇവിടെ നമ്മുടെ ആ ഒരു ഓപ്ഷൻ നമ്മൾ ഈ ഒരു സ്ക്രോളിങ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ടെക്സ്റ്റ് എവിടെയാണ് വരുന്നത് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ ഇവിടെ ഒരു സെർച്ച് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റാൻഡം ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ്, ഹാപ്പി. ഇതിൽ ഒരേ വട്ടമാണ് ഹാപ്പി എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷനും ഇവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ ആപ്പിൾ പോഡ്കാസ്റ്റിൽ സിമ്പിളായിട്ട് നല്ല രീതിക്കും നമുക്ക് ഈ പറഞ്ഞ പോഡ്കാസ്റ്റുകൾ ആസ്വദിക്കാനും ആ ഒരു പോഡ്കാസ്റ്റിൽ ഏതെങ്കിലും ഒരു കോണ്ടൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കണമെങ്കിലും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഈ ഒരു ആപ്പിലേക്ക് കയറുമ്പോൾ ഇവിടെ ലിസൺ നൗ എന്ന ഓപ്ഷൻ മാറി ഇവിടെ ഹോം എന്നുള്ള ആ ഒരു പുതിയ മാറ്റവും പോഡ്കാസ്റ്റ് ആപ്പിൽ നമുക്ക് വന്നിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ ഷസാം എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ്. നേരെ കൺട്രോൾ സെൻറ്റർ എടുക്കുക. ഷസാം ഇപ്പം ഞാൻ യൂസ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്ത ആ ഒരു ട്രാക്കാണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ ടാപ്പ് ചെയ്തു. നമ്മുടെ ഷസാമിൻ്റെ ഇൻ്റർഫേസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ലോഡ് ആവട്ടെ. നമ്മുടെ ഈ ഒരു iOS 17.4 ഇവിടെ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പുതിയ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്പൺ ഇൻ ആപ്പിൾ മ്യൂസിക്, റിമൂവ് ഫ്രം മ്യൂസിക് ലൈബ്രറി, ആഡ് ടു പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ 3 ഓപ്ഷൻസും നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഷസാമിൻ്റെ ഈ ഒരു ഇൻ്റർഫേസിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ ആപ്പിൾ മ്യൂസിക് നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. അടുത്ത വന്ന മാറ്റം നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലാണ്. ആപ്പിൾ മ്യൂസിക്കിൽ നമുക്ക് കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാമത് നേരത്തെ കണ്ട പോലെ തന്നെ ലിസൺ നൗ ഓപ്ഷൻ ഇപ്പോൾ ഹോം എന്നായിട്ടുണ്ട്. താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇനി മുതൽ നമ്മുടെ ഓരോ മാസത്തെയും റീപ്ലേ സോങ്സ് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു മന്തിൽ കേട്ട എല്ലാ ട്രാക്കുകളും നമുക്ക് റീകളക്ട് ചെയ്യാൻ എളുപ്പമായിട്ട് പറ്റും. ലാസ്റ്റ് ഇയർ വരെയും ഓരോ ഇയർ വൈസ് ആയിരുന്നു റീപ്ലേ ഉണ്ടായത്. ഇപ്പോൾ മന്ത്ലിയും നമുക്ക് ആപ്പിൾ മ്യൂസിക് റീപ്ലേ ലഭിക്കുന്നതാണ്. അടുത്ത വന്ന മാറ്റം നമ്മുടെ സിറിയിലാണ്. നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. ഇവിടെ സിറി ആൻഡ് സെർച്ച് എന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ പുതിയ ഒരു ടോഗിൾ ഇവിടെ വന്നിട്ടുണ്ട്. മെസ്സേജിങ് വിത്ത് സിറി എന്ന് പറയുന്നത് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി സെൻഡ് മെസ്സേജ് എന്ന ഓപ്ഷൻ iOS 17.3 വരെ ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർഫേസിലായിരുന്നു എഴുതുന്നത്. ഇപ്പോൾ അതിന് സെപ്പറേറ്റ് ഇൻ്റർഫേസും അതേപോലെ ആഡ് ലാംഗ്വേജ് എന്ന ഓപ്ഷനും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് സെൻഡിങ് മെസ്സേജിൻ്റെ ഓപ്ഷനിൽ നമുക്ക് ഈ പറഞ്ഞ ലാംഗ്വേജുകൾ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ സിറിനെ യൂസ് ചെയ്തുകൊണ്ട് മെസ്സേജ് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നതാണ്. iOS 17.3 ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയം ആപ്പിൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത ഓപ്ഷനായിരുന്നു സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതിനും നമുക്കൊരു പുതിയ അപ്ഡേഷൻ അല്ലെങ്കിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. നേരെ നമ്മുടെ ഫേസ് ID ആൻഡ് പാസ്കോഡിലേക്ക് പോവാം. ഇവിടുന്ന് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് നമ്മുടെ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു പുതിയ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. എവേ ഫ്രം ഫെമിലിയർ ലൊക്കേഷൻസ്, ഓൾവേസ് എന്ന് പറഞ്ഞ് നമുക്കറിയാം iOS 17.3 നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ വേറെ ഒരു ആക്ടിവിറ്റിയും, സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ സെൻസിറ്റീവായ ആക്ടിവിറ്റീസ്, നമ്മുടെ ആപ്പിൾ ഐഡിയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക,
അതേപോലെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യുക, നമ്മുടെ ഡിവൈസ് റിമൂവ് ചെയ്യുക എന്നിങ്ങനെയുള്ള സെൻസിറ്റീവ് കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇനി മുതൽ നമ്മുടെ ഈ പറഞ്ഞ ഫെമിലിയർ ലൊക്കേഷൻ, എൻ്റെ വീട്, എൻ്റെ വർക്ക് പ്ലേസ് എന്നിങ്ങനെയുള്ള സ്ഥലത്ത് മാത്രം എനിക്ക് ചേഞ്ചസ് വരുത്താൻ പാടുള്ളൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഡിവൈസ് കുറച്ചും കൂടെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയാണ് iOS 17.4 യൂസ് ചെയ്യാൻ പോകുന്ന കൂട്ടുകാർക്ക്, എസ്പെഷ്യലി iPhone 15 ഓർ ലേറ്റർ കൂട്ടുകാർക്ക് സന്തോഷമുള്ള ഒരു കാര്യം. നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ താഴത്തേക്ക് വെക്കേണ്ട ബാറ്ററി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ മാറ്റം ഉണ്ടാവും. ബാറ്ററി സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ആയിരിക്കും ആദ്യം വരുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാറ്റസിൽ 3 ഓപ്ഷൻസ് ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ നോർമൽ, രണ്ടാമത്തെ സർവീസ്, മൂന്നാമത്തെ അൺനോൺ. ഈ ഒരു മൂന്നാമത്തെ അൺനോൺ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഒറിജിനൽ ബാറ്ററി അല്ല നിങ്ങൾ ഇടുന്നതെങ്കിൽ ഫോൺ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കി അത് അൺനോൺ എന്ന ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ സ്റ്റാറ്റസിലേക്ക് മാറ്റും. ബാറ്ററി ഡീഗ്രേഡ് ആവുകയാണെങ്കിൽ സർവീസ് എന്ന ഓപ്ഷൻ കാണിക്കും. നമ്മുടെ ബാറ്ററി നോർമൽ കണ്ടീഷനിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ അവിടെ നോർമൽ എന്ന് കാണിക്കും. നമ്മുടെ മാക്ബുക്കിലുള്ള സെയിം ബാറ്ററി സ്റ്റാറ്റസാണ് ഐഫോണിലേക്ക് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ അടുത്ത ഒരു മെയിൻ ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും, എസ്പെഷ്യലി iPhone 15 യൂസേഴ്സിന് എന്തായാലും സന്തോഷവും. കാരണം ആപ്പിൾ ബാറ്ററി സൈക്കിൾ 500 നിന്ന് 1000 കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ് ബാറ്ററി സൈക്കിൾ എന്ന് ചോദിച്ചാൽ 0 to 100 വരെയും ചാർജ് ചെയ്യുമ്പോഴാണ് ഒരു ബാറ്ററി സൈക്കിൾ ആവുന്നത്. അങ്ങനെ 500 വട്ടം 0 to 100 ആക്കുമ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന ബാറ്ററി സ്റ്റാറ്റസ് 80% അല്ലെങ്കിൽ 80 കപ്പാസിറ്റിയിലേക്ക് വരുന്നത്. പക്ഷേ 15 യൂസേഴ്സിന് ഇനി 1000 സൈക്കിൾ വരും. അതായത് ഇപ്പോൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഇരട്ടി ബാറ്ററി ലൈഫ് ഇനി ആ യൂസേഴ്സിന് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ഓപ്ഷൻ ഐഡിയൽ കണ്ടീഷനിൽ മാത്രമാണ് നമുക്ക് ആപ്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇനി iOS 17.4 വന്ന EU ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തന്നെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ സ്ക്രോൾ ഡൗൺ ചെയ്തതിന് ശേഷം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്കൊരു പുതിയ ഓപ്ഷൻ കാണാൻ പറ്റും, പാസ്കി ആക്സസ് ഫോർ വെബ് ബ്രൗസേഴ്സ് എന്ന്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇനി മുതൽ യൂറോപ്യൻ യൂണിയനിൽ നമുക്കറിയാവുന്ന പോലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമ്മുടെ സഫാരി പോലെ ഡിഫോൾട്ട് ബ്രൗസറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സഫാരിയിൽ ആക്സസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിലും അല്ലെങ്കിൽ വെബ് ബ്രൗസേഴ്സിലും നമുക്ക് പാസ്കീസ് എടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ കുറേയധികം ചേഞ്ചസ് ഈ പറഞ്ഞ EUവിൽ കൊണ്ടുവരുന്നുണ്ട്. ഒന്നാമത് നമ്മുടെ NFC ഫ്രീ ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ആപ്പിളിലെ NFC ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് മാത്രം, അതായത് ആപ്പിൾ പേ, ആപ്പിൾ വാളറ്റ് എന്നീ പറഞ്ഞ ആപ്ലിക്കേഷൻസിന് വേണ്ടി മാത്രമാണ് ആപ്പിൾ കൊടുക്കാറ്. പക്ഷേ EUവിൻ്റെ ആ ഒരു ഫോഴ്സ്ഫുൾ ലോ ഉള്ളതുകൊണ്ട് തന്നെ ആപ്പിൾ NFC ആ ഒരു കൺട്രി, അതായത് നമ്മുടെ EUവിലേക്ക് മാത്രമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അവിടെ ഇനി മുതൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ആപ്പിൾ പേ അല്ലെങ്കിൽ ആപ്പിൾ കാർഡ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അപേക്ഷിച്ച് പുതിയ കാർഡുകളും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് വന്ന അപ്ഡേഷൻ നമ്മുടെ കോളർ ID-യിലാണ്. കോളർ ID എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി മുതൽ ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ ഒരു അൺനോൺ നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് അപ്ഡേഷൻ വരെയും ഒരു ഗ്രേ കളർ കോളർ ഇമേജ് ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇനി മുതൽ നിങ്ങളുടെ ഫോണിൻ്റെ ആ ഒരു വാൾപേപ്പർ എന്താണോ ആ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ആ ഒരു വാൾപേപ്പർ കളർ തന്നെ കോളർ ഇമേജ് ആയിട്ടും നമുക്ക് വരുന്നുണ്ട്. അടുത്തൊരു മാറ്റം നമ്മുടെ എയർപോഡ്സിലാണ്. എയർപോഡ്സ് നമ്മൾ ആൻഡ്രോയിഡായിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഫോണോ കമ്പ്യൂട്ടറായിട്ടൊക്കെ കണക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് നമ്മുടെ ഐഫോണിൽ പോപ്പപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ചെറുതായിട്ട് ഒരു മെസ്സേജ് വരും, നമ്മുടെ എയർപോഡ്സ് വേറൊരു ഡിവൈസായിട്ട് അല്ലെങ്കിൽ സെക്കൻഡറി ഡിവൈസായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ്. നമ്മുടെ അടുത്ത വന്ന മാറ്റം വിജറ്റ് സെക്ഷനിലാണ്. നേരെ നമുക്കൊരു പുതിയ വിജറ്റ് ആഡ് ചെയ്യാം. ഈ ഒരു വിജറ്റ് സെക്ഷനിൽ പോയിട്ട് ക്ലോക്ക് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ക്ലോക്ക് എടുക്കാം. സിറ്റി ഡിജിറ്റൽ എന്നാണ് ഈ ഒരു ക്ലോക്കിൻ്റെ അല്ലെങ്കിൽ പുതിയ വിജിറ്റിൻ്റെ പേരെന്ന് പറയുന്നത്. നേരെ ആഡ് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പുതിയ ആ ഒരു വിജിറ്റിൽ കുറച്ചധികം വേർഡിങ്സും അതേപോലെ ടെക്സ്റ്റും മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വേറെ ഓപ്ഷനൊന്നും നമുക്ക് വരില്ല. പക്ഷേ ഈ പറഞ്ഞ പുതിയ വിജിറ്റിൽ നമുക്ക് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു കൺട്രി വരും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇന്ത്യ നടിക്കുകയാണ്. ഇന്ത്യ സെലക്ട് ചെയ്തു. ചെന്നൈ ഇന്ത്യ എടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് നോക്കും മനസ്സിലാവും നമ്മുടെ ഈ പറഞ്ഞ വിജറ്റിൻ്റെ ലൈറ്റ് അല്ലെങ്കിൽ കളറ് ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ ഡേ ടൈം ആയതുകൊണ്ട് തന്നെ വെളുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ സിറ്റി ഒന്ന് മാറ്റുകയാണ്. ഞാനിപ്പോൾ ടൊറൻഡോ വെച്ചു.
അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എത്ര മണിക്കൂർ നമ്മുടെ ഇന്ത്യൻ ടൈമായിട്ട് പിന്നിലാണ് 10.5 മണിക്കൂർ. അതേപോലെ ആ ഒരു സിറ്റിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിജിറ്റ് ഇപ്പോൾ ബ്ലാക്ക് ആയിട്ട് കാണുന്നത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സും അതേപോലെ റിലേറ്റീവ്സൊക്കെ പുറത്തുണ്ടെങ്കിൽ ഈ ഒരു സിറ്റി ഡിജിറ്റൽ എന്നാണ് ഈ ഒരു വിജിറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടുത്തെ ടൈമും അതേപോലെ ഡേയും എത്ര മണിക്കൂർ പിന്നിലാണെന്നും കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ iOS 17.4 റോൾ ഔട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കാർപ്ലേയിലും പുതിയ അപ്ഡേഷൻസ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. കാർപ്ലേയിൽ ചില സെലക്റ്റഡ് കമ്പനീസിൽ മാത്രമാണ് ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഇൻസ്ട്രുമെൻ്റൽ ക്ലസ്റ്ററിൽ ആ ഒരു ഫുൾ വ്യൂ ഇനി മുതൽ കാർപ്ലേ യൂസ് ചെയ്തുകൊണ്ട് മാറുന്നതാണ്. നമ്മുടെ ഈ പറഞ്ഞ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും നമ്മുടെ ഇൻസ്ട്രുമെൻ്റൽ ക്ലസ്റ്ററിലും കുറേയധികം ഐക്കൺസും ആപ്പിൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി iOS 17.4 വന്നപ്പോൾ ആപ്പിൾ റിമൂവ് ചെയ്തതും അതേപോലെ ബേറ്റയിൽ കൊണ്ടുവന്നിട്ട് ഒഫീഷ്യൽ അപ്ഡേറ്റിൽ കൊണ്ടുവരാതിരുന്നതും ആയിട്ടുള്ള കുറച്ച് അപ്ഡേഷൻസ് ഉണ്ട്. അതാണ് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൽ വന്ന ഷെയർ പ്ലേ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ കാറിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക് ഷെയർ പ്ലേ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറും ഹോം പോഡും കണക്ട് ചെയ്യുമ്പോൾ ഷെയർ പ്ലേ ഓപ്ഷൻ ആപ്പിൾ iOS 17.4 ബേറ്റിൽ കൊണ്ടുവന്നായിരുന്നു. പക്ഷേ ഒഫീഷ്യൽ അപ്ഡേറ്റ് ആയപ്പോഴത്തേക്കും ആപ്പിൾ അത് റിമൂവ് ചെയ്തു. സോ iOS 17.5 ഈ പറയുന്ന പുതിയ ആ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവരുന്നതായിരിക്കും. അതേപോലെ ക്ലോക്ക് വിജിറ്റിൽ നമ്മുടെ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുമ്പോഴും ചെറിയൊരു ബഗ് കുറേ കൂട്ടുകാർക്ക് വരുന്നുണ്ട്. ആ ഒരു ബഗ് ഇപ്പോഴും ആപ്പിൾ ഈ പറഞ്ഞ iOS 17.4 റിസോൾവ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഇനി iOS 17.4 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ഡിവൈസിൻ്റെ പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് വരുന്നത്. വലിയ ലാഗോ അതേപോലെ ക്ലട്ടറിങ്ങോ എനിക്ക് ഈ പറഞ്ഞ അപ്ഡേഷനിൽ ഇത്രയും നേരം യൂസ് ചെയ്തിട്ടും എനിക്ക് വരുന്നില്ല. ഇനി എൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് ചോദിക്കുന്നത് നിങ്ങൾ നേരത്തെ കണ്ടാവും 81% ആണ് എൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത്യാവശ്യം ഡീസൻ്റായ ഒരു ബാറ്ററി എനിക്ക് തരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ചില സമയത്ത് എൻ്റെ ഡിവൈസ് ചാർജ് കുത്തിയിരുന്ന സമയത്ത് ചാർജ് കാണിക്കും, പക്ഷേ ചാർജ് കയറുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂസും എനിക്ക് ഈ പറഞ്ഞ ബാറ്ററിയുടെ കാര്യത്തിൽ iOS 17.4 വരുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇനി iOS 17.4 നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വെച്ചാൽ എസ്പെഷ്യലി 13 സീരീസുള്ള കൂട്ടുകാരോട് ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. ആ ഒരു അപ്ഡേഷൻ ചെയ്ത് ഫീഡ്ബാക്ക് അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ 13 Pro സീരീസുകാർക്ക് ആപ്പിൾ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ 13 സീരീസുകാർക്ക് ആ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കെയർഫുള്ളായിട്ട് മാത്രം നിങ്ങൾ iOS 17.4 അപ്ഡേഷൻ ചെയ്യുക. ബാക്കപ്പ് ചെയ്തുവെന്നും അതേപോലെ നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സും ഡാറ്റാസും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ക്ലൗഡിലേക്കോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്കോ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 17.4 പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഫീച്ചർ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു വീഡിയോ. എല്ലാ കൂട്ടർക്കും ഷെയർ കൊടുക്കുക. ഇതേപോലെ പുതിയ പുതിയ അപ്ഡേഷൻസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് യുവർ ബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.